மருதமலை மாமன் தேவனின் குலம் காக்கும் வேலையா ஐயா. ദളപതി വിജയ് എന്ന ബ്രാഞ്ചിനെ വെങ്കിട്ട് പ്രഭു എന്ന സംവിധായകൻ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യുമെന്ന് കാത്തിരുന്നവർക്ക് തിയേറ്ററിൽ ഒരു ഉത്സവം തീർക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയം വേണ്ട എന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്നത് തീർച്ചയാണ്. സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് ഒരു പിടിയും തരാതെയാണ് സംവിധായകൻ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത്. വ്യത്യസ്ത ലുക്കിലുള്ള വിജയുടെ ക്യാരക്ടറുകൾക്ക് പലവിധ അഭിപ്രായങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സിനിമയുടെ VFX എല്ലാം ഒരാവോളം നന്നായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് അണിയർ പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്. വിജയുടെ മുൻ സിനിമകളായ ഗില്ലിയുടെയും കത്തിയുടെയും എല്ലാം റെഫറൻസുകൾ ഗോട്ടിലും ആവർത്തിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. എന്നിരുന്നാലും മിക്സഡ് റിവ്യൂകളാണ് ഗോട്ടിന്റെ ട്രെയിലറിൽ ആരാധകർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി സസ്പെൻസ് നമുക്ക് സെപ്റ്റംബർ 5 തിയേറ്ററുകളിൽ പോയി കാണാം. ദ ലയൺ ഈസ് ഓൾവേസ് ലയൺ. 40 മില്യൺ കാഴ്ചക്കാരുമായി യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതായാണ് വിജയ് ചിത്രം ഗോട്ടിന്റെ ട്രെയിലർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീപ്പൊരി വിതറിയാണ് കഴിഞ്ഞ ദിവസം ദളപതി വിജയ് നായകനായ ഗോട്ട് സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത്. പ്രേക്ഷകരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ട്രെയിലറാണ് ഗോട്ടിന്റേത്. വിജയുടെ തനത് ശൈലിയിലുള്ള ഫൈറ്റിൽ നിന്ന് തന്നെയാണ് ട്രെയിലർ ആരംഭിക്കുന്നതും. ഒരു പ്രോമിസിംഗ് ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയുടെ എല്ലാ ചേരുവകളും ഗോട്ടിന്റെ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒക്ടോബറിൽ ഇറങ്ങുന്ന നടിപ്പിൻ നായകൻ സൂര്യയുടെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടും അടുത്ത മാസം ഇറങ്ങുന്ന ഗോട്ടിന്റെ ട്രെയിലർ എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന ചോദ്യങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗോട്ടിന്റെ ട്രെയിലർ പുറത്തിറക്കിയത്. ഗോട്ട് സിനിമയുമായി ബന്ധപ്പെട്ട മുൻപിറങ്ങിയ പാട്ടുകൾക്കും വിജയുടെ ലുക്കിനുമെല്ലാം വളരെയധികം വലിയ ട്രോളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെല്ലാം മറുപടി കൊടുത്താണ് ട്രെയിലർ എന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്. ഐ വെങ്കിട്ട് പ്രഭു ഹീറോ എന്ന ടൈറ്റിലാണ് ട്രെയിലറിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ എനർജിയും ട്രെയിലറിൽ ആരാധകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.